ഹായ് ഡിയർ സ്റ്റുഡൻസ്, ഗുഡ് മോർണിംഗ്. എന്തൊക്കെയുണ്ടാ, സുഖല്ലേ? നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത് +1 ഇനീക്വാളിറ്റി എന്ന് പറഞ്ഞൊരു ചാപ്റ്റർ. ആ ചാപ്റ്ററിൽ നിന്നും ഷുവറായിട്ട് ചോദിക്കുന്ന ഒരു കൺസെപ്റ്റും ചിലപ്പം ആ ക്വസ്റ്റ്യൻ തന്നെ ചോദിക്കാം. ആ ഒരു മോഡൽ എന്തായാലും ചോദിക്കാം. 3 മാർക്സിന് വരുന്നൊരു ക്വസ്റ്റ്യനാണ്. അപ്പോൾ അതാണ് ഞാൻ ഇന്ന് ബോർഡിൽ എഴുതിയിട്ടുള്ളത്, നിങ്ങൾ കാണാം. ഓക്കെ, solve the inequality 3 into x minus 1 less than or equal to 2 into x minus 3 where x belongs to R. ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ പരീക്ഷയ്ക്ക് നമുക്ക് ചോദിക്കും. അപ്പോൾ എങ്ങനെയാണത് വന്നാൽ, അതിൻ്റെ മോഡലുകൾ വന്നാൽ ചെയ്യുക എന്നുള്ളതാണ് ഡിസ്കസ് ചെയ്യുന്നത് കേട്ടാ. ഓക്കെ, അപ്പോൾ ക്വസ്റ്റ്യൻ 3 into x minus 1 less than or equal to 2 into x minus 3 ആണ്. ഇങ്ങനൊരു ക്വസ്റ്റ്യൻ കിട്ടിയാൽ നമുക്കിവിടെ ഈക്വൽ ടുന് പകരം ഇങ്ങനൊരു സിമ്പിൾ വന്നു. അത് നമുക്കറിയാം, അത് ഇനീക്വാളിറ്റി ആണെന്ന് നമുക്കറിയാം. ഈക്വൽ ടുന് പകരം വരുന്ന ഈ സിമ്പിൾ ഇനീക്വാളിറ്റി ആണ്. അപ്പോൾ ഈക്വൽ ടുന് എന്തെല്ലാം ചെയ്യാൻ പറ്റും അതെല്ലാം ഇനീക്വാളിറ്റിക്ക് നമുക്ക് ചെയ്യാൻ പറ്റും. അപ്പോൾ ഈക്വൽ ടുന് നമ്മൾ എങ്ങനെ അത് സോൾവ് ചെയ്യാം? ജസ്റ്റ് മുമ്പിലോട്ട് നമ്മൾ എന്ത് ചെയ്താൽ മതി, മൾട്ടിപ്പിൾ ചെയ്താൽ മതി അല്ലേ, ഒന്ന് അറേഞ്ച് ചെയ്താൽ മാത്രം മതി. അപ്പോൾ ഞാനിവിടെ ചെയ്യുന്നത് 3 into x, ദാറ്റ് ഈസ് 3x. പിന്നെ മൈനസ് ഉണ്ട് 3 into 1, ദാറ്റ് ഈസ് 3. അപ്പോൾ ഈ ഇനീക്വാളിറ്റി അവിടെ ഉള്ളത്, ആ ഇനീക്വാളിറ്റീനെ ഒന്നും ചെയ്യണ്ട. ഇനീക്വാളിറ്റി നിങ്ങൾ മെയിൻറ്റെയിൻ തന്നെ ചെയ്യണ്ട. നിങ്ങൾ അപ്പുറത്തും റൈറ്റ് സൈഡിലും ലെഫ്റ്റ് സൈഡിലുള്ള ആ ടേംസുകൾ ഒന്ന് എന്ത് ചെയ്താൽ മതി, അറേഞ്ച് ചെയ്താൽ മാത്രം മതി. അപ്പോൾ ഇനീക്വാളിറ്റിനെ ഞാൻ അങ്ങനെ തന്നെ വെക്കുന്നു, ദാറ്റ് ഈസ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു 2 into x എന്താടാ 2x. ഓക്കെ, മൈനസ് ഉണ്ട് 2 into 3 എന്താ 6. നമുക്ക് സോൾവ് ചെയ്യാനാ. സോൾവ് ചെയ്യാന്ന് പറഞ്ഞാൽ എന്താ, സൊല്യൂഷൻ കണ്ടുപിടിക്കുക. സൊല്യൂഷൻ കണ്ടുപിടിക്കുക എന്ന് പറഞ്ഞാൽ ഈ എക്സിനെ കണ്ടുപിടിക്കുക. അപ്പൊ എക്സിന് വേണം. എക്സിന് വേണം എന്നുണ്ടെങ്കിൽ എക്സ് ഒരു ഭാഗത്തേക്ക് വരണം. അപ്പൊ നമുക്ക് ഇവിടെ 2x ഉണ്ട് അല്ലെ, ആ 2x ഈ സൈഡിലോട്ട് വന്നാൽ എക്സ് ഒരു ഭാഗത്തേക്കായി. അപ്പോൾ നമുക്ക് നമ്പർ ഉണ്ട്, ആ നമ്പറിനെ മറ്റേ സൈഡിലോട്ടും കൊണ്ടുപോകാം. അപ്പൊ 2x ഞാൻ എന്ത് ചെയ്യുന്നു, ഈ സൈഡിലോട്ട് കൊണ്ടുവരുന്നു. നമ്മുടെ നമ്പർ -3 ആ സൈഡിലോട്ട് കൊണ്ടുപോകുന്നു. ആ പ്രോസസ്സാ ചെയ്യുന്നത്. ദാറ്റ് ഈസ് 3x അങ്ങനെ തന്നെ ഉണ്ട്. പ്ലസ് 2x അല്ലെ, ലെഫ്റ്റ് സൈഡിലോട്ട് വരുമ്പോൾ എന്ത് വരും, -2x ആവും. ഞാൻ പറഞ്ഞു ഇനീക്വാളിറ്റിനെ നിങ്ങൾ ഒന്നും ചെയ്യണ്ട, ലെസ് ദാൻ ഓർ ഈക്വൽ ടു. ഇവിടെ ആരുള്ളത്, -6 ഉണ്ട് ഓൾറെഡി. ഇവിടുന്ന് ആരാ പോകുന്നത്, -3 അപ്പുറത്തോട്ട് പോവാണ്. ദാറ്റ് ഈസ് എന്ത് വരും, +3 ആവും. റെഡി ആണല്ലോ. അപ്പോൾ എക്സ് ഒരു ഭാഗത്തേക്കായി, നമ്പർ ഒരു ഭാഗത്തേക്കായി. അപ്പൊ 3x-ൽ നിന്ന് 2x കുറക്കണം. 3x-ൽ നിന്ന് 2x വന്നാൽ എന്താണ്, ഒറ്റ എക്സ് അല്ലെ. 3x-ൽ നിന്ന് 2x പോയി ഒറ്റ എക്സ് ഉണ്ടാവും ഉള്ളൂ. ആ ലെസ് ദാൻ ഓർ ഈക്വൽ ടു എന്ന് പറഞ്ഞ ഇനീക്വാളിറ്റി ഏതാ, ലെസ് ദാൻ ഓർ ഈക്വൽ ടു -6 + 3 എന്താ വരിക, -3 ആണ് വരിക. ഓക്കെ, അപ്പൊ എക്സ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു -3 എന്ന് വന്നു. നമ്മൾ സോൾവ് ചെയ്യാൻ ഉള്ള ആ മെത്തേഡുകൾ കണ്ടുപിടിച്ചു അല്ലെ. ആ മെത്തേഡ് നമ്മൾ മനസ്സിലാക്കി. ഇനി നമ്മൾ ഇതിനെ എങ്ങനെയാണ് ബ്രാക്കറ്റിൽ കാണിക്കുക, എക്സ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു -3. ഇങ്ങനെ വന്നാൽ നമ്മൾ ഇതിന് ബ്രാക്കറ്റിൽ കാണിക്കുന്നത്, ഓക്കെ, നമ്മുടെ കയ്യിൽ ഇപ്പൊ കിട്ടിയിട്ടുള്ള ആരാണ്, എക്സ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു -3. എക്സ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു -3 എന്ന് പറഞ്ഞാൽ, ഇപ്പൊ ഞാൻ ഇവിടെ ഒരു ചെറിയ കാര്യം മനസ്സിലാക്കി വെക്കല, അത് നിങ്ങൾക്ക് ഞാൻ പറഞ്ഞുതരാം കേട്ടാ. എക്സ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു -3 എന്ന് പറഞ്ഞാൽ, ഇപ്പൊ -3 എന്ന് പറഞ്ഞ നമ്പർ നിങ്ങൾ കണ്ടു. എന്നിട്ട് ഇവിടെ ഇങ്ങനെ ഈ സിമ്പിളാണ് അല്ലേ, ഈ സിമ്പിളാണുള്ളത് -3-ൽ നിന്നും താഴോട്ടാണ്. മനസ്സിലായല്ലോ. ഇപ്പൊ ഞാൻ ഈ ഒരു സിമ്പിളിനെ കുറച്ച് വലുതാക്കി. ഇപ്പൊ -3-ൽ നിന്നും താഴോട്ട്, -3-ൽ നിന്നും താഴോട്ട് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം നമ്പർ ലൈൻ കാണിക്കുമ്പോ അല്ലെ, നമ്പർ ലൈൻ കാണിക്കുമ്പോ എന്താ, ഇപ്പൊ ഇവിടെയാണ് ആരുള്ളത്, 0 ഉള്ളത്. ഇവിടെയാണ് ആരുള്ളത്, 1 2 3 ഉള്ളത് അല്ലെ. 1 2 3 അങ്ങനെ അങ്ങോട്ട് പോയിട്ട് ഏതുവരെ, ഇൻഫിനിറ്റി വരെ പോകും അല്ലെ. ഇങ്ങനെ പോയിട്ട് ഇൻഫിനിറ്റി വരെ പോകുന്നു. ബാക്കിൽ ആരുള്ളത്, -1 -2 -3 ഇങ്ങനെ ബാക്കിലോട്ട് പോയാൽ -ഇൻഫിനിറ്റി വരെ വരും. അപ്പൊ -3-ൽ നിന്നും താഴോട്ട് എന്ന് പറഞ്ഞാൽ -3-ൽ നിന്നും താഴോട്ടും കേട്ടാ അല്ലെ. റെഡിയാണല്ലോ. -3-ന്റെ മുകളിലോട്ട് ആരാ, മേലേക്കുള്ള ആൾക്കാരാ, ഇൻഫിനിറ്റി വരെ. ഇതാണ് മുകൾ ഭാഗം അല്ലെ. +1 2 3 4 അങ്ങനെ
അതാണ് മുകൾ ഭാഗം. -3 നിന്നും താഴോട്ട് എന്ന് പറയുമ്പോൾ ലെഫ്റ്റ് സൈഡിലോട്ട്, -3 നിന്നും താഴോട്ട്. അപ്പൊ എനിക്ക് മനസ്സിലായി എക്സിന്റെ വാല്യൂ എന്താണ്, -3 നിന്നും താഴോട്ടാണ്. അപ്പൊ നിങ്ങൾ ഇതൊന്നും പരീക്ഷയ്ക്ക് വരക്കണമെന്നില്ല. ഓക്കെ, നമ്മൾ എന്ത് ചെയ്താൽ മാത്രം മതി, -3 എഴുതി. അതിന്റെ താഴോട്ട് എന്ന് പറയുമ്പോൾ എങ്ങോട്ട് മനസ്സിലാക്കി, -∞ ഭാഗത്തോട്ടാണ്. അപ്പൊ ഞാൻ എന്ത് ചെയ്യുന്നു, -∞. -3ന്റെ താഴോട്ടാണ് -∞ വരെ. അപ്പൊ ഇതല്ല ഈ ലെഫ്റ്റ് സൈഡ് അല്ല ചെറുതുള്ളത്. അപ്പൊ -∞. -∞ എന്ന് പറഞ്ഞൊരു ടേം ഇല്ലാത്തതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യുന്നു, ഓപ്പൺ ബ്രാക്കറ്റ് ഇടുന്നു. -3 എന്ന് പറയുന്ന ആൾ എന്താണ്, ഇൻക്ലൂഡഡ് ആണ് അല്ലെ. അപ്പൊ നമ്മൾ എന്ത് ചെയ്യുന്നു, ഇവിടെ ക്ലോസ് ചെയ്യുന്നു. ഇതാണ് അതിന്റെ സൊല്യൂഷൻ, -∞ to -3. ഓക്കെ, -∞ to -3 ആണ് ഇതിന്റെ സൊല്യൂഷൻ. അപ്പൊ ഞാന് ഇങ്ങനെ നിങ്ങൾ കണ്ടു. അപ്പൊ ഇങ്ങനത്തെ പല മോഡലുകളും വന്നാൽ എങ്ങനെ ചെയ്യാന്നുള്ള കാര്യം കൂടി ഞാൻ ഇതിൽ ഡിസ്കസ് ചെയ്യാം കേട്ടാ. ഇതിന്റെ ഗ്രാഫും കൂടി ഒന്ന് കാണിക്കാം. ഇതിന്റെ ഗ്രാഫ് എങ്ങനെ വരാം, ഞാനിതൊന്ന് വായിക്കാം. ഓക്കെ, ഇതിന്റെ സൊല്യൂഷൻ ഞാൻ എഴുതുന്നു, ജസ്റ്റ് നിങ്ങൾ മനസ്സിലാക്കിയല്ലോ. ഓക്കെ, ഞാൻ ഇത് ഇവിടുന്ന് വായിച്ചിട്ട് മുകളിൽ എഴുതുന്നുണ്ട് കേട്ടാ. ഞാൻ ഈ കാര്യങ്ങളൊന്ന് ജസ്റ്റ് എന്ത് ചെയ്യും, എറേസ് ചെയ്യും. റെഡിയാണല്ലോ. അപ്പൊ ഞാൻ ഇതിന്റെ സൊല്യൂഷൻ കേട്ടാ, സൊല്യൂഷൻ എന്താണ്, -3യുടെ താഴോട്ടല്ലടാ. അപ്പൊ നമുക്ക് എങ്ങനെ മനസ്സിലായി, -∞ to -3. ഇവിടെ നമ്മൾ എന്ത് ചെയ്യുന്നു, ഈ ഒരു ഈക്വൽ ടു ഉള്ളത് കൊണ്ട് നമ്മൾ ക്ലോസ്ഡ് ബ്രാക്കറ്റ് ആണ് ഇടുക അല്ലെ. -∞ എന്ന് പറഞ്ഞൊരു ടേം ഇല്ലാത്തത് കൊണ്ട് എന്ത് ചെയ്യുന്നു, ഓപ്പൺ ആക്കിയിടുന്നു. ഇതാണ് ഇതിന്റെ സൊല്യൂഷൻ. ഓക്കെ, ഇതിന്റെ സൊല്യൂഷൻ ഇതാ. ഇനി ഇതിന്റെ ഗ്രാഫ്, ഇങ്ങനെയാണ് ഗ്രാഫ് കാണിക്കുക. നമ്പർ ലൈനിൽ എങ്ങനെയാണ് ഗ്രാഫ് കാണിക്കുക. അപ്പൊ നിങ്ങൾ ചെയ്യാനുള്ളത്, ഇപ്പോ ജസ്റ്റ് ഒരു വര വരക്കുക. -3 ആണല്ലോ നമ്പർ റൈറ്റ് സൈഡ് ഉള്ളത്, വലിയ നമ്പർ ആയിട്ടുള്ള ആള്. അപ്പൊ നിങ്ങൾ നമ്പർ ഉള്ളത് ഈ റൈറ്റ് സൈഡിൽ ഇടുന്നു. നിങ്ങൾ എന്ത് ചെയ്യുന്നു, ആ വരന്റെ ഇവിടെ ജസ്റ്റ് ഒരു വട്ടം വരക്കുന്നു. ഓക്കെ, എന്നിട്ട് നിങ്ങൾ -3 ഇൻക്ലൂഡഡ് ആണ്, ഇതിനെ ജസ്റ്റ് ഒന്ന് എന്ത് ചെയ്യണം, ഒന്ന് ഷെയ്ഡ് ചെയ്യണം. അപ്പോൾ ഞാൻ ഇതിനൊന്ന് എന്ത് ചെയ്യുന്നു, ഷെയ്ഡ് ചെയ്യുന്നു. ഈ രൂപത്തിൽ ഒന്ന് ഷെയ്ഡ് ചെയ്താൽ ഇതാണ് നമ്മുടെ -3. -3 ഇൻക്ലൂഡഡ് ആണ്. അപ്പൊ നമ്മൾ എന്തും കൂടി ചെയ്യണം, -3 കൂടി ഒന്ന് ഷെയ്ഡ് ചെയ്യണം കേട്ടാ. -3 കൂടി ഒന്ന് ഷെയ്ഡ് ചെയ്തു. ഏത് വരെ, -∞ വരെ. ഇതാണ് അതിന്റെ ഗ്രാഫ്. -3 -∞ to -3. അതായത് -∞ മുതൽ -3 ഉള്ള എല്ലാ നമ്പേഴ്സും അതിൻ്റെ സൊല്യൂഷൻസ് ആണ്. മനസ്സിലായല്ലോ. ഇങ്ങനെയാണ് ഇത് നമ്മൾ സോൾവ് ചെയ്യാം. ഓക്കെ, ഇനി ഞാനിവിടെ ഈ ഇനീക്വാളിറ്റി, ഇപ്പം ഞാനീ പറഞ്ഞു താഴോട്ട് മുകളിലോട്ട് എന്നുള്ള ആ ഒരു കാര്യം കൂടി ജസ്റ്റ് നിങ്ങൾക്ക് അതിൻ്റെ ഒരു ഐഡിയ തരാം. ഓക്കെ, ഇത് റെഡി ആണല്ലോ. ഇങ്ങനെയാണ് ഈ ക്വസ്റ്റ്യൻ വന്ന് സോൾവ് ചെയ്യുക കേട്ടാ. ഞാൻ കുറച്ച് എക്സാമ്പിൾ വെച്ചിട്ട് ഇത് പറയാം. ഓക്കെ, ഇത് ഞാൻ മൈക്കാണ്. റെഡി ആണല്ലോ. അപ്പോ ഞാൻ കുറച്ച് എക്സാമ്പിളുകൾ ഇവിടെ കാണിക്കാം. ഞാൻ നമ്പർ ലൈൻ ഒന്ന് നീട്ടി വരക്കണ്ടാ. ദിസ് ഈസ് റിയൽ ലൈൻ അല്ലെങ്കിൽ നമ്പർ ലൈൻ എന്നൊക്കെ വിളിക്കും. നമ്മുടെ സെന്ററിലാണ് ആരുള്ളത്, 0 ഉള്ളത്. 0 ഇവിടെ 1 2 3 എക്സെട്ര അങ്ങനെ പോയിട്ട് ഏത് വരെ, ഇൻഫിനിറ്റി വരെ നമ്പറുകളുണ്ട്. ബാക്കിൽ -1 -2 -3 എക്സെട്ര ഇങ്ങനെ പോയിട്ട് ഏത് വരെ ഉണ്ടാവും, -∞ വരെ ഉണ്ട്. അപ്പോൾ 0ന്റെ റൈറ്റ് സൈഡിലാണ് പോസിറ്റീവ് നമ്പേഴ്സുകൾ, 0ന്റെ ലെഫ്റ്റ് സൈഡിലാണ് ആ നെഗറ്റീവ് നമ്പേഴ്സുകളൊക്കെ ഉള്ളത്. ഓക്കെ, അപ്പോൾ ഇതില് ഞാനിപ്പോൾ കുറച്ച് ഇനീക്വാളിറ്റീസുകൾ ഇട്ടാം. x <2, x greater than or equal to -3, x less than or equal to 4, x greater than -7. ഇങ്ങനൊക്കെ വന്നാൽ എങ്ങനെയാണ് നമ്മൾ എന്ത് ചെയ്യുക, സൊല്യൂഷൻ കണ്ടുപിടിക്കുക? ആ ഒരു കാര്യമാണ് പറയാൻ പോകുന്നത്. നിങ്ങൾ നോക്കൂ, ഞാൻ നിങ്ങളോട് പറഞ്ഞു ഈ ഇനീക്വാളിറ്റി നിങ്ങൾ കണ്ടില്ലേ,
ഈ ഇനീക്വാളിറ്റിയിൽ ഞാൻ ഇങ്ങനെയാണ് കാണിച്ചിട്ടുള്ളത്. അപ്പോൾ ഈ സാധനത്തിന് ഞാനൊന്ന് വലുതാക്കുന്നു, ജസ്റ്റ് ഓർത്ത് വെക്കാനാട്ടോ പറഞ്ഞത്. എന്നിട്ട് ഇവിടെ ആരുള്ളത്? രണ്ടാളുള്ളത്. ഇവിടെ ആരുള്ളത്? എക്സ് ആണുള്ളത്. ഓക്കെ, രണ്ടാളുള്ളത്. അപ്പൊ രണ്ടിൽ നിന്നും താഴോട്ടാണ്. അപ്പൊ രണ്ടിൽ നിന്നും താഴോട്ട് എന്ന് പറഞ്ഞാൽ ആരാ? ഇതാ രണ്ട്. രണ്ടിൽ നിന്നും താഴോട്ട് ഏത് വരെടാ? -ഇൻഫിനിറ്റി വരെ അല്ലേ? അപ്പൊ രണ്ടിൽ നിന്നും താഴത്തേക്ക് ഇറങ്ങാണ് ഒരാൾ. ഇങ്ങനെ ഇറങ്ങുകയാണെന്ന് ഇങ്ങനെ ആലോചിക്കുകയാണെങ്കിൽ രണ്ടിൽ നിന്നും താഴോട്ട് ഇറങ്ങുന്നു. രണ്ടിൽ നിന്നും താഴോട്ട് ഇങ്ങനെ ഇറങ്ങിയിട്ടുണ്ടെങ്കിൽ ഏത് വരെ വരും? -ഇൻഫിനിറ്റി വരെ താഴോട്ട് ഇറങ്ങേണ്ടി വരും. അപ്പൊ ഇതിന്റെ സൊല്യൂഷൻ എന്താ വരടാ? രണ്ടിൽ നിന്നും താഴോട്ട് പറയുമ്പോൾ രണ്ടാണ് ഏറ്റവും വലിയ നമ്പർ അല്ലേ? അപ്പൊ രണ്ട് ഉണ്ട് ഏത് വരെ? -ഇൻഫിനിറ്റി വരെ. ഓക്കെ, അപ്പൊ ഇവിടെ ഈക്വൽ ടു ഇല്ല. ഞാൻ നേരത്തെ പറഞ്ഞ സംഭവം ഈക്വൽ ടു ഇല്ല. നമ്മൾ എന്ത് ചെയ്യുന്നു? ഈക്വൽ ടു ഇല്ലാത്തത് കൊണ്ട് നമ്മൾ ഓപ്പൺ ബ്രാക്കറ്റ് ഇടാം. ഓക്കെ, അപ്പൊ -ഇൻഫിനിറ്റി ടു 2. റെഡി ആണല്ലോ. നിങ്ങൾ ഇവിടെ നോക്കൂ, -3യിൽ നിന്നും മുകളിലോട്ടാ. ഇങ്ങനെ പറഞ്ഞാൽ എന്താ അതിന്റെ അർത്ഥം? -3യിൽ നിന്നും മുകളിലോട്ട് അല്ലേ? ഇവിടെ -3യിൽ നിന്നും മേലോട്ട് പറഞ്ഞാൽ ഒരാളാണ് കീരല്ലേ? ഞാനത് വരക്കണം എന്ന് നിർബന്ധമില്ലാന്ന് തോന്നുന്നു. ഇത് ഇപ്പൊ നിങ്ങൾ നോക്കാനുള്ളത് ഇപ്പൊ ഇതാ നോക്കട്ടാ. നിങ്ങൾ നമ്പറിലോട്ട് നോക്കുക. നമ്പറിലോട്ട് നോക്കിയിട്ട് ആ നമ്പറിൽ നിന്നും കയറുകയാണോ ഇറങ്ങാണോ നോക്കിയാൽ മതി. ഇപ്പൊ ഈ നമ്പറിൽ നിന്നും ഇറങ്ങാം, ഈ നമ്പറിൽ നിന്നും കയറുകയാണ്. അപ്പൊ ഈ നമ്പറിൽ നിന്ന് കയറുക എന്ന് പറഞ്ഞാൽ എടുക്കാം -ന്റെ മേലേക്ക് പറഞ്ഞാൽ ഏത് വരെ വരും? ഇൻഫിനിറ്റി വരെ. ഇൻഫിനിറ്റിയിലാണ് മേലേക്കാണ്ട് പോകുന്നത്. -3 -2 -1 അങ്ങോട്ട് കയറിയുണ്ടെങ്കിൽ ഏത് വരെ വരും? ഇൻഫിനിറ്റി വരെ വരും. അപ്പൊ -3യിൽ നിന്നും മുകളിലോട്ട്. അപ്പൊ മുകളിലോട്ട് വരുമ്പോൾ റൈറ്റ് സൈഡിലുള്ള വലിയ നമ്പർ. അപ്പൊ -3 ആണ് ചെറുത്. മനസ്സിലല്ലോ? ഈ വായ ഈ തുറന്ന് വെച്ച് ഇതിട്ടല്ല, അടച്ചു വെച്ച സംഭവം, അതാണ് ചെറുത് കേട്ടാ. അപ്പൊ -3യിൽ നിന്നും മുകളിലോട്ട് പറയുമ്പോൾ ഏത് വരെ? ഇൻഫിനിറ്റി വരെ. റെഡി? നമുക്ക് -3 ഇൻക്ലൂഡഡ് ആണ്, ഈക്വൽ ടു ഉണ്ട്. റെഡി? ദാറ്റ് ഈസ് -3 ടു ഇൻഫിനിറ്റി. അപ്പൊ അതിന്റെ സൊല്യൂഷൻ ആയി. ഇതൊന്ന് നോക്കൂ നിങ്ങൾ. ഞാൻ പറയാതെ നിങ്ങൾക്ക് പറയാൻ പറ്റും. 4ൽ നിന്നും താഴോട്ട് സിമ്പിൾ അല്ലടാ. 4ൽ നിന്നും താഴോട്ട് സിമ്പിൾ ആണ്. 4 താഴോട്ട് ഇറങ്ങുന്നു, ദാറ്റ് ഈസ് 4 ഇടുന്നു. ഇപ്പൊ നിങ്ങൾക്ക് നോക്കേണ്ട ആവശ്യമൊന്നുമില്ല, താഴത്തേക്ക് ഇറങ്ങണം അല്ലെ? ഏത് വരെ വരും? -ഇൻഫിനിറ്റി വരെ വരും. 4 ഇൻക്ലൂഡഡ് അല്ലേ? ഇത് നോക്കൂ, -7ൽ നിന്നും മുകളിലോട്ട് ഇയാൾ ചങ്ങായി കയറുകയാണ് അല്ലെ? ഇയാൾ മേലെ കയറുക പറഞ്ഞാൽ എന്ത് വരും? -7ൽ നിന്നും മുകളിലോട്ട്. മുകളിലോട്ട് പറഞ്ഞാൽ ഏത് വരെ? -ഇൻഫിനിറ്റി വരെ. ദാറ്റ് ഈസ് -7ൽ നിന്നും ഇൻഫിനിറ്റി വരെ വരുന്നു. മനസ്സിലായല്ലോ? അവിടെ ഈക്വൽ ടു ഇല്ലാത്തതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യുന്നു? ഓപ്പൺ ആക്കി. റെഡി? ഇവിടെയും ഓപ്പൺ ആക്കി. ഇതാണ് ഇതിന്റെ സൊല്യൂഷൻ കണ്ടുപിടിക്കാനുള്ള ട്രിക്ക്. മനസ്സിലായല്ലോ? അതായത് സിമ്പിളാണ്. ഈ ചാപ്റ്ററിൽ ഈ ഒരു കാര്യം തന്നെ ഒരു ഓൾമോസ്റ്റ് ഉള്ളൂ. ഒരു 75% നമുക്ക് ഈ ഒരു ക്വസ്റ്റ്യനാണ് വരിക അധികം. അപ്പൊ അതിൽ നിന്നും സോൾവ് ചെയ്യാനുള്ള ഐഡിയ ഞാൻ നേരത്തെ പറഞ്ഞു. സോൾവ് ചെയ്യാൻ എന്താ? ഈക്വൽ ടു എന്താ ചെയ്യുന്നത്? എല്ലാം ചെയ്യുക, അറേഞ്ച് ചെയ്യുക. ഇനി ഈക്വാലിറ്റിന് അവിടെ സെൻട്രൽ എങ്ങനെ വെച്ചാൽ മതി അല്ലേ? ഇനീക്വാലിറ്റി സെൻട്രൽ എങ്ങനെ വെച്ചാൽ മതി. എന്നാലോ അത് കഴിഞ്ഞിട്ട് ശേഷം ഇങ്ങനെ ഒരു സംഭവം എത്തുമ്പോൾ ഞാൻ അതിന്റെ ഐഡിയ പറഞ്ഞു. നമ്പറിലോട്ട് നോക്കുക, ഇറങ്ങുകയാണെങ്കിൽ -ഇൻഫിനിറ്റി അല്ലേ? ഇവിടെ എന്താ? കേരാണ് +ഇൻഫിനിറ്റി. ഇവിടെ എന്താടാ? കേരാണ് അല്ല, ഇറങ്ങാണ്. നമ്പറിലോട്ട് നോക്കുക, ഇറങ്ങാണ് -ഇൻഫിനിറ്റി. ഇവിടെ എന്താ? -7 കേരാണ് എന്താ? +ഇൻഫിനിറ്റി. സെറ്റ് ആണല്ലോ എന്താ? അപ്പൊ ഈ ഒരു കാര്യം നിങ്ങൾ ഓർത്ത് വെച്ചാൽ നിങ്ങൾക്ക് ഇത് കാണുമ്പോൾ തന്നെ ബാക്കി ആൻസർ ആയി. ഓക്കെ, താങ്ക് യു.